അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മധ്യസ്ഥ തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സന്തോഷമായിട്ട് നിങ്ങളെ പ്രാർത്ഥന ഏറ്റുമേടിക്കുക. ഇന്നത്തെ എംപവർമെൻ്റാണ്. ഇതൊരു ശാക്തീകരണ പ്രാർത്ഥനയാണ്. ഇത് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ വിശുദ്ധന്മാരും മാലാഖമാരും രക്തസാക്ഷികളും നിങ്ങൾക്ക് ചുറ്റും മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യത്തിൽ ആണ് ഈശോ നിങ്ങളെ ആശീർവദിക്കണം എന്നുള്ള ബോധം ഉണ്ടാകണം. അതിന് സന്തോഷമുണ്ടാകണം. നിങ്ങൾ നടക്കുന്ന വഴികളിൽ ഞാൻ നിനക്ക് മുമ്പേ പോവുകയും പിത്തളവാതിലുകൾ ഒടിക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ തകർക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ കർത്താവ് അന്ധകാരത്തിൻ്റെ അജ്ഞാതമായ നിധികൾ നിങ്ങൾക്ക് അവകാശമാക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് ആണ് ഈ പ്രാർത്ഥനയിൽ ഇന്നത്തെ ദിവസം നിൻ്റെ കൂടെ മുമ്പേ പോകാൻ പോണത്. ഈ സംഗീത ഐശയ 45:2 ഇടക്കിടക്കെടുത്ത് വായിച്ചു നോക്കണം. ആവശ്യം കൊള്ളിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, അവസാനം വരെ ഉണ്ടാകുന്ന ദൈവത്തിൻ്റെ കൊതിയാണ്, കിതപ്പാണ് നമ്മളുടെ കൂടെ ഉണ്ടാകാനുള്ള ആ അഭിവാഞ്ച എന്ന് പറയുന്നത്. അത് നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം ആധ്യാത്മിക ജീവിതത്തിൽ. കർത്താവ് നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ, കർത്താവ് ഒരു പൂവിന് ഒരു പൂക്കാലം തന്നതുപോലെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചാൽ അതിനൊരായിരം മാർഗങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. വചനം തന്ന്, പരിശുദ്ധ കുർബാന തന്നു, പിന്നെ കൂട്ടായ്മ തന്നു. എല്ലാം അന്ത്യം എന്താണ്? സാന്നിധ്യമാണ്. കർത്താവേ, നിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നതൊക്കെ വലുത് എന്തുണ്ട് ലക്ഷ്യം ജീവിതത്തിൽ? അങ്ങയുടെ മക്കളിൽ നിന്ന് എന്നെ കേൾക്കുന്നവരെ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിൻ്റെ തിരുമുറുപാടുന്ന വലതുകരം മക്കളുടെ ശിരസ് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ സന്ധിബന്ധങ്ങളും മാംസപേശികളും രക്തഞരമ്പുകളും ശരീരകോശങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരുമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കർത്താവെ ശക്തിപ്പെടണം. കർത്താവ് മക്കളെ അങ്ങ് ശക്തിപ്പെടുത്തുന്ന കർത്താവെ, മരുന്നിൻ്റെ ലേപനം അല്ല കർത്താവെ, അങ്ങയുടെ വചനമാണ് അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കർത്താവ് ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ ഞാൻ നിങ്ങളെ യേശുനാമത്തിൽ ആശ്രയിക്കുന്നു. ഞാൻ നിങ്ങളെ യേശുനാമത്തിൽ എംപവർ ചെയ്യുന്നു, ശക്തിപ്പെടുത്തുന്നു. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യം അടിപ്പിണർ പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി നിനക്ക് ആവശ്യിക്കട്ടെ. ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. Lord Jesus Christ, pour out your spirit, touch with the fire fingers, walk with the precious blood. Lord, infuse your spirit. Lord, infuse your spirit of power and grace. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ കുടുംബം ആശ്രയിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിൻ്റെ വയലേലുകൾ ആശ്രയിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിൻ്റെ തൊഴിലിടങ്ങൾ ആശ്രയിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിൻ്റെ സ്വപ്നങ്ങൾ, നിൻ്റെ ആശകൾ, നിൻ്റെ ആശങ്കകൾ,
നിൻ്റെ ആഗ്രഹങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കപ്പെടും. നീ എന്തിനു വേണ്ടിയാണ് വിലപ്പെടുത്തതായിട്ട് കണ്ട് വിഷമിക്കുന്നത്, എന്തിനെയാണോ നീ വിലപ്പെട്ടതായിട്ട് കണ്ട് വിഷമിക്കുന്നത്, ആ മേഖല, ആ വിഷയം, ആ വ്യക്തി കർത്താവിനാൽ നിനക്ക് അനുകൂലമായി മാറട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ ഇത്രയും നാൾ ശുശ്രൂഷിച്ച എൻ്റെ കർത്താവിൻ്റെ ജീവനുള്ള ഉന്നതമായ മാധ്യസ്ഥത്തിലെ ദൈവികമായ ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ, എല്ലാ മാലാഖമാരുടെ കൂടെ, എല്ലാ വിശുദ്ധന്മാരുടെ മധ്യസ്ഥ ശക്തിയിൽ നീ ഈശോനാമത്തിൽ എൻ്റെ ജീവിതം, ഇന്നത്തെ ജീവിതം പരിപൂർണമായി ആസ്വദിക്കപ്പെടട്ടെ. ഓക്കെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പിശാചും നമ്മളും തമ്മിലൊരു ചെറിയ വ്യത്യാസം അറിഞ്ഞാൽ ആധ്യാത്മിക ജീവിതം പിശാചും നമ്മളും തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ടല്ലേ, കുറച്ച് വ്യത്യാസം ഉണ്ടാവില്ല, അല്ലെ പിന്നെ പിശാച് നമ്മൾ നമ്പാകേണ്ട കാര്യമില്ല. അപ്പം ആ പ്രകടമായ വ്യത്യാസം എന്താണ്? ഇൻ റിലേഷൻ വിത്ത് ഗോഡ്, അല്ലേ? കർത്താവിനെ, അതെ, യാക്കോബിന്റെ ലേഖനം വായിച്ചേ 2:17, പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം. എന്ന് പറഞ്ഞേ, പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം, പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്, അതിൽ തന്നെ നിർജീവമാണ്. എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാല്, പ്രവർത്തികൾ മൂലമാണ് ഈ വിശ്വാസം നമ്മൾ നീതീകരിക്കപ്പെടുന്നത്, ഇല്ലേ? ഇപ്പൊ ചില പറഞ്ഞേ വിശ്വാസം മാത്രം മതി, ചില ആൾക്കാർ പറഞ്ഞു വിശ്വാസം മാത്രം മതി. പറ്റത്തില്ല. എന്താ കാര്യം? വിശ്വാസം പ്രവർത്തികളെ നീതീകരിക്കണം എന്നുള്ളതാണ് യാക്കോബിന്റെ ആദിമസഭയുടെ നിലപാട്. അത് എന്താ പറയണത്? യാക്കോബ് 2:19 വായിച്ചേ. ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു. ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, അത് നല്ലത് തന്നെ. നല്ലത് തന്നെ. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു. അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പൊ പിശാചുക്കളും വിശ്വസിക്കുന്നുണ്ട്. വിശ്വാസം മാത്രം മതി എന്നുണ്ടെങ്കിൽ പിശാച് രക്ഷപ്പെടണ്ടേ? ഈ ഫെയ്ത്ത് അലോൺ സഫീസ് എന്ന് പറയത്തില്ലേ? വിശ്വാസം കൊണ്ട് മാത്രമാണ് രക്ഷ എന്നുണ്ടെങ്കിൽ വിശ്വാസത്തിനുണ്ടല്ല ആ രക്ഷ, ആ വിശ്വാസം ഉണ്ടല്ല. ദൈവം ഒന്നുമില്ലെങ്കിൽ അവൻ ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്നുണ്ടല്ല. അപ്പോൾ വിശ്വാസ പ്രമാണത്തിന് അടുത്തറ എന്താണ്? ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അതിനെന്താണ്? അതിന് നോ ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞ പിശാചും പറയും, നോ ഒബ്ജക്ഷൻ. പക്ഷെ വിഷയമുണ്ട്, പിശാച് ആ വിശ്വാസത്തിന് വേണ്ടി പ്രവർത്തിക്കത്തില്ല. അപ്പോഴേ നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നമ്മളും പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ പിശാചിൻ്റെ അതേ റാങ്കിലേക്ക് വരും. എന്താണ്? പിശാച് വിശ്വസിക്കുന്നതുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല, അത് നമ്മളും വിശ്വസിക്കുന്നതുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല. അപ്പം നമ്മളും പിശാച് ഒരു റാങ്കിലാവും. അപ്പം അതാണ് ഏറ്റവും ഈ പിശാചിനെ എനിക്ക് മനസ്സിലായിരിക്കണത്. എൻ്റെ ഒരു ധ്യാന ചിന്തകളിലൊക്കെ എനിക്ക് മനസ്സിലായിരിക്കുന്നത് നമ്മളും പിശാചും തമ്മിലുള്ള വ്യത്യാസം, പ്രധാനപ്പെട്ട വ്യത്യാസം, രണ്ടും വിശ്വാസത്തിൽ ഒരുപോലെയാണെങ്കിലും നമ്മുടെ വിശ്വാസം നമ്മൾ നീതീകരിക്കുന്നുണ്ട്. എന്താണ്? ദൈവസ്നേഹത്തിന് വേണ്ടി സാക്ഷികളാകുന്നുണ്ട്. നമ്മൾ പ്രവർത്തിക്കുന്നു എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? ദൈവസ്നേഹത്തിന് സാക്ഷികളാകുന്നു. അപ്പോൾ അങ്ങനെ സാക്ഷികളാകുന്ന ആൾക്കാർ എന്നാ ചെയ്യേണ്ടത്? ദൈവത്തിന് ഇൻറ്റൻഷൻ വെക്കണം. കർത്താവ് നിൻ്റെ ഉപരി മഹത്വത്തിനെന്ന് പറയണം. കർത്താവിൻ്റെ ഉപരി മഹത്വത്തിന് നമ്മൾ എന്ത് ചെയ്യണം? എന്തിനാണ്? നമുക്ക് നന്മ വന്നാലും തിന്മ വന്നാലും വി വിൽ അക്സെപ്റ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ദ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ജീസസ്, അല്ലേ? അതല്ലേ? ഇപ്പം നമ്മൾ നന്മ വന്നാലും തിന്മ വന്നാലും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യും. ആരെന്താണ്? ഫോർ ദ ഗ്രേറ്റർ ഗ്ലോറി. കാരണം നമുക്ക് നഷ്ടമില്ലല്ലോ. ആരെ ചരിഞ്ഞാലും നിന്നാലും പന്തിരായാലും എന്ന് പണ്ട് പറയത്തില്ലേ? അതുപോലെയാണ് ഒരു മനുഷ്യന് വിശ്വസിക്ക് ക്ലേശം വന്നാലും അത് വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസ് ആകും. ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കും. അവരുടെ നന്മ വന്നാലും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ജീവിതത്തിന് നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ജീവിതത്തെ തോൽപ്പിക്കാൻ പറ്റാഞ്ഞ ഒരാളാണ് പരിശുദ്ധ അമ്മ. പല കാലാവസ്ഥകൾ അവരും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സാക്രിഫൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞ അതേ ഉത്സാഹത്തോടും ഉത്തേജനത്തോടും കൂടി തന്നെയാണ് യേശുവിൻ്റെ അമ്മ അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ ദൈവത്തിൻ്റെ ഹിതം, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ ഇതിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. രണ്ടിനും ഒരേ ക്വാളിറ്റിയാണ്. അല്ല, സങ്കടം വരുമ്പോൾ അളിഞ്ഞ മോന്തി വേഗല മാതാവൊക്കെ ഒരു മനുഷ്യ എക്സ്പ്രഷൻസാണ്. ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തിൽ വാള് കടക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, കാര്യം സുവിശേഷത അതുകൊണ്ട്. പക്ഷേ നീ അഗ്നിയിലൂടെ കടന്നു പോകും, അഗ്നി തിന്നെ വിഴുങ്ങത്തില്ലെന്ന് പറഞ്ഞൊരു അഭിഷേകമുണ്ട് ആന്തരിക. അമ്മയ്ക്ക് ആ അഭിഷേകം കിട്ടിയ ആളാണ്. ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കും, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു പറയണത് ഈ അഭിഷേകം സ്വീകരിച്ചുകൊണ്ടാണ്. ആന്തരികമായ സകല കാലങ്ങളിൽ സ്വീകരിക്കപ്പെടുന്ന സുവിശേഷത്തിൻ്റെ അഭിഷേകത്തിലാണ് ഈ തീയും പൊള്ളലും ഏക്കത്തില്ല എന്ന് പറയണത്.
നമ്മൾ 43 സങ്കീർത്തനം ഐശ്യാവില്ലേ 43:2 എന്താ പറയണത്? അഗ്നിയുടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല, ശബ്ദത്തിലൂടെ പോകും, ശബ്ദം നിന്നെ മുക്കത്തില്ല എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അനുഭവം നീ അനുഭവിച്ചതായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തില്ല. ഹൃദയത്തിൽ വാള് കയറിയാലും ചിലപ്പോൾ അമ്മയുടെ ഉള്ളിൽ മൈ സോൾ മാക്കിമിസ്റ്ററുള്ളതെന്നായിരിക്കും പറയണത്. അവർ ലോകത്തെ ജയിച്ചവരാണ്. അമ്മയുടെ കാലാവസ്ഥകളെ മേലുള്ള വിജയം എന്ന് പറയുന്നത് കടലിൻ്റെ മീതെ കർത്താവ് യാത്ര ചെയ്ത പോലുള്ള യാത്രയാണ്. അതുകൊണ്ടാണ് നമ്മൾ മരിയ സ്പിരിച്വാലിറ്റി യൂസ് ചെയ്യണത്. ഇപ്പം ലാൻഡ് ക്രൂയിസറായിട്ടുള്ള കാറ് 2-2.5 കോടി രൂപയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഡീസൽ ഒഴിക്കുക ഇല്ല. ആ ഉടമ്പടി എന്താ ഉപയോഗിക്കണത്? മരിയ സ്പിരിച്വാലിറ്റിയാണ് ഉപയോഗിക്കണത്. Marian covenant is powered by Marian spirituality. Marian spirituality എന്താണ്? കർത്താവിൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ അമ്മ. അതല്ലേ മരിയൻ സ്പിരിച്വാലിറ്റി. വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ 8:21 11:27 ഒക്കെ പറയണത് എന്താ? ആരാണ് എൻ്റെ അമ്മ? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നയാളാണ്. അതനുസരിച്ച് ജീവിക്കണത് എന്താണ്? അത് മത്തായി 2:7-24 എന്താ പറയണത്? മഴ പെയ്തു, എൻ്റെ വചനം കേൾക്കുകയും അതിൽ ജീവിക്കുകയും ചെയ്യുന്നവർ പാറമേൽ തൻ്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യത്തൊഴിലാണ്. മഴ പെയ്തു, കാറ്റടിച്ചു, അത് ആ ഭവനത്തിൽ ആഞ്ഞലിച്ചു. മഴ പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായി, അത് ആ ഭവനത്തിൽ ആഞ്ഞലിച്ചു. അത് വീണു പോയില്ല, കാരണം അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. പാറമേൽ സ്ഥാപിതമായ ദൈവഭവനത്തിൻ്റെ ഒരു നിപ്പ് കണ്ടില്ലേ? കർത്താവിന് യേശുവിൻ്റെ അമ്മ അവൻ്റെ പുരുഷൻ്റെ ചുവട്ടിൽ നിന്നിരുന്നു, വിശ്വാസത്തിൻ്റെ പാറമേൽ നിൽക്കുകയും. പിന്നെ അമ്മ പിക്ചറിലില്ല. പുനരുത്ഥാനത്തിൻ്റെ ആ മഹാഹ്ലാദങ്ങളിലേക്ക് അമ്മ വരുന്നില്ല. കാര്യം അമ്മയ്ക്ക് എല്ലാം പുനരുത്ഥാനമാണ്. താങ്ക് യു. അപ്പോൾ അമ്മയുടെ സ്പിരിച്വാലിറ്റി സ്വീകരിക്കുക, എല്ലാ ലോകത്തെ അതിജീവിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എവിടെയെല്ലാം കവനന്റ് പറഞ്ഞിട്ടുണ്ടോ, എവിടെയെല്ലാം ഉടമ്പടിയെക്കുറിച്ച് ദൈവം പറഞ്ഞിട്ടുണ്ടോ, അവിടെയെല്ലാം പുതിയ ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം പുതിയ ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, എവിടെയെല്ലാം ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, അവിടെയെല്ലാം ദൈവം പറഞ്ഞിരിക്കുന്നത് പുതു ചൈതന്യത്തെക്കുറിച്ചാണ്, പുതിയ ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓർക്കുക, ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആത്മാവിനെയും ആത്മാവിന്റെ ബലങ്ങളെയുമാണ്. കൈയടിച്ച് കർത്താവ് നിങ്ങളോട് ചോദിച്ചതാണ്, നിങ്ങൾ ഉടമ്പടി എടുത്തവരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ദൈവവും നിങ്ങൾ തമ്മിൽ ഉടമ്പടിയിലാണെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ പ്രഖ്യാപനം വാഗ്ദാനം ചെയ്തിരിക്കുന്ന പോലെ ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് തരുക, നവചൈതന്യം നിങ്ങൾ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞാൽ ആ നവചൈതന്യം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങൾക്ക് ഒരു ശരീരത്തിൽ നമുക്ക് ടൈഡൊക്കെ തോന്നാം, പക്ഷേ ആത്മാവിന് സന്തോഷം തോന്നണം. ഉടമ്പടി ഫലിച്ചിട്ടുണ്ടെന്ന് അറിയണത് എങ്ങനെയാണ്? ചില ആൾക്കാർ പറയും മരുന്ന് പിടിച്ചിട്ടുണ്ടെന്നാണ് തോന്നണമെന്ന് പറയത്തില്ലേ? ചില പറയും മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ പറയും മരുന്ന് പിടിച്ചിട്ടുണ്ടെന്നാണ് തോന്നണത്. അതുപോലെ ഉടമ്പടി പിടിച്ചിട്ടുണ്ടെന്നാണ് തോന്നണത്. ആ തോന്നൽ എങ്ങനെ ഉണ്ടാകും? നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങൾക്ക് സന്തോഷം തോന്നണം. ഒരുപക്ഷെ ശരീരത്തിന് വേദനയായിരിക്കും തോന്നണത്, ശരീരത്തിന് വേദനയായിരിക്കും, കാശ് നഷ്ടമാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം തോന്നുന്നുണ്ടോ? എങ്കിൽ ഉടമ്പടി പിടിച്ചിട്ടുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾ ശരീരത്തിന് വേദന, കാശ് നഷ്ടവും ധന നഷ്ടമൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ മനസ്സിൽ സന്തോഷം ഇല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരികയല്ലേ? അങ്ങനെ പറഞ്ഞ് ഉടമ്പടി പിടിച്ചിട്ടില്ല. ദൈവസ്നേഹമല്ല, അത് മനുഷ്യാരൂപിലാണ്, ജഡാരൂപിലാണ് ചെയ്തിരിക്കുന്നത്. ജഡാരൂപിൽ നിങ്ങൾക്ക് ഉടമ്പടിയൊക്കെ ചെയ്യാൻ പറ്റുമോ? എന്താ പ്രശ്നം? ദൈവാരൂപി ചെയ്യണമെങ്കിൽ സന്തോഷമുണ്ടാകും. അത് ഒരു 10 പേരെ രോഗികളെ കാണാൻ പോയാലും 10 പേരുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞാലും 10 പത്രം 10 സ്ഥലങ്ങളിൽ കൊടുത്താലും വേണമെങ്കിൽ നിങ്ങൾക്ക് 10 പത്രം അടുത്തടുത്ത് കൊടുക്കാൻ പറ്റും. ചിലർ പറയും, അപ്പോൾ ചില വീട്ടിൽ പത്രം കൊടുക്കാൻ ചിലർ പറയും ഇത് ഞങ്ങൾക്ക് കിട്ടിയതാണ്, എന്നാലും ഞാൻ ഇവിടം വരെ വന്നില്ല, ഒന്നുകൂടി ഇരിക്കണം എന്ന് പറയും. ഇങ്ങനത്തെ അലവരാതികളുണ്ട്, ഭയങ്കര അലവരാതികൾ. ചിലരെ കാണുമ്പോൾ തന്നെ എനിക്കറിയാം ഇത് ഉടമ്പടി പിടിച്ചിട്ടില്ലെന്ന് അറിയാൻ പറ്റും. അതായത് പല വീടുകളിൽ പത്രം കൊണ്ടുണ്ടാക്കിയല്ല, അപ്പോൾ അതിൽ പല ആൾക്കാരുണ്ടല്ലോ ഇതുപോലെ. അപ്പോൾ ഒരു വീട്ടിൽ പത്രം കൊടുക്കാൻ ചെല്ലുമ്പോൾ അവർ പറയും ഇതല്ലേ ഇതിവിടെ കിട്ടിയതാണ്, എന്നാലും ഞാൻ ഇവിടം വരെ വന്നില്ലേ, പണം കൂടി ഇരിക്കട്ടെ. എന്ത്? അവർക്ക് പോകാൻ കഴിയില്ല. അളിഞ്ഞ മോന്ത്യമായിട്ട് എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ നോക്കുകയാണ് ഈ വിഷയം. ഒരു ഉടമ്പടി പിടിച്ചിട്ടില്ല, ജന്മത്തെ പിടിക്കത്തില്ല. നിങ്ങൾ ഇവിടെ കൊടുത്ത ആ പത്രത്തിൻ്റെ കാശ് വാങ്ങിച്ചുകൊണ്ട് എപ്പോഴും ഈ ജില്ല വിട്ട് പോകാനേ ഞാൻ പറയത്തുള്ളൂ. കാരണം നിങ്ങൾക്ക് ഈ പണി പറഞ്ഞിട്ടില്ല, നിങ്ങൾക്കിത് എന്താണെന്ന് അറിയത്തില്ല ഇപ്പോഴും. അത് മര്യാദക്ക് ഓരോ ക്ലാസ്സുകളും കേട്ടിട്ട് എങ്ങനെയാണ് ദൈവസ്നേഹം ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് നോക്കണം. എന്താ കാര്യം? നമുക്ക് സന്തോഷം തോന്നണം. നമുക്ക് ശാരീരിക വേദന ഉണ്ടാകും, പക്ഷേ മനസ്സിന് സന്തോഷം തോന്നും. അപ്പോൾ ഉടമ്പടി പിടിച്ചു നിർത്താം. കർത്താവ് എന്താ പറയുന്നത്? ഗർഭിണിയെ പോലെയാണ്. ഒരു ക്രിസ്ത്യാനിയുടെ സന്തോഷം എന്ന് പറയുന്നത് ഗർഭിണിയെ പോലെ എന്നാണ് പറഞ്ഞാൽ. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവ പൈതലെ ആര്? ഇപ്പം ന്യായസ്ഥാനപ്പെട്ട ക്രിസ്ത്യാനി എന്നല്ല ഞാൻ പറയണത്. ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തികളെല്ലാം, അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്ന വ്യക്തികളെല്ലാം ക്രിസ്ത്യൻസാണ്.
എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൽ അവന് നിത്യരക്ഷ കിട്ടും. എക്സ്ട്രാ ആയിട്ട് കിട്ടണത് എന്താണ്? നീ ഒരു ക്രിസ്ത്യനാകുമ്പോൾ നിനക്ക് എക്സ്ട്രാ കിട്ടണത് എന്താണ്? നിത്യതയാണ്. കാര്യം എന്താ ഈശോ പറഞ്ഞത്? എൻ്റെ കൂടെ ക്രിസ്തുവിനോട് മരിക്കുന്നവൻ ക്രിസ്തുവിനോട് കൂടെ ഉയർക്കും. കാര്യം ക്രിസ്തുവിന് വേണ്ടിയല്ലേ നമ്മൾ ലോകത്തിന് മരിക്കണത്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ആ വിശ്വാസം സ്വീകരിക്കുമ്പോൾ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ആ ഒരൊറ്റ വാക്കാണ് കൂടുതലുള്ളത്. മറ്റു മതങ്ങളെക്കാൾ കൂടുതൽ ഇന്നത്തുള്ളത് ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു സംഭവം എന്താണ്? എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ആരും പറയാത്തത് കൊണ്ട്, ക്രിസ്തു മാത്രം പറഞ്ഞത് കൊണ്ട് നിന്റെ നിത്യജീവിതത്തിൻ്റെ പേറ്റന്റ് ക്രിസ്തുവിനെ ഉയർത്താനുള്ളത് കൈയിടിച്ച് കർത്താവ് ചെയ്യുകയാണ്. അതായത് ഒരു വ്യക്തി അവളിൽ തന്നെ ജനിച്ചുകൊണ്ടിരിക്കാം. പുതിയ ജന്മങ്ങളിലേക്ക് അവൻ ജീവിച്ചിരിക്കെ തന്നെ പുതിയ ജന്മങ്ങളിലേക്ക് പകർന്നുകൊണ്ടിരിക്കാം. ഇത് സുവിശേഷത്തിൻ്റെ ഒരു ഭയങ്കരമായ ഒരു പ്രക്രിയയാണ്. അതാണ് ഗർഭിണി എന്ന് പറഞ്ഞല്ലേ. എന്താ ഈശോ പറഞ്ഞു? 16:21 എടുത്തേ. യോഹന്നാൻ 16:21 ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 16:21 സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചത് കൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. അപ്പൊ സന്തോഷമുണ്ട്, വേദനയുണ്ട്, ഇല്ലേ? ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ പ്രത്യേക ഗുണമാണ്. അതായത് നമ്മൾക്ക് ശാരീരികം, ഇപ്പോൾ ഒരു സ്ഥലത്ത് നടന്നു പോയി നമ്മൾ പത്രം കൊടുക്കണം, ഒരു ആശുപത്രിയിൽ പോയി രോഗികളെ കാണണം, ഇല്ലേ? അപ്പോൾ കയ്യിൽ നിന്ന് ചിലപ്പോൾ കയ്യിലുള്ള കാശും ബസ് കാശും ഒഴിച്ച് ബാക്കിയുള്ള അവർക്ക് കൊടുക്കുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ശാരീരിക നഷ്ടമാണ്. പക്ഷേ ആ സമയം തന്നെ നമുക്ക് മനസ്സിൽ സന്തോഷം തോന്നണം. സന്തോഷം തോന്നാത്ത ആൾക്കാരുണ്ട്. അവർ ചെയ്യണത് ടെക്നിക്കലായിട്ടുള്ള ജോലിയാണ്, പ്രേക്ഷിത പ്രവർത്തനം അല്ല അത്. അതായത് ഗർഭിണികളെ പോലെയാണ്. ഗർഭിണികൾക്ക് എന്താ സംഭവിക്കണത്? അവർ പ്രസവിക്കുമ്പോൾ അവർക്ക് ആ പ്രസവ വേദന ഉണ്ട്, പക്ഷേ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോൾ സന്തോഷമുണ്ട്. കർത്താവ് ഒറ്റ സെമിലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് തന്നെ നമുക്കുള്ളത്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ, കർത്താവിന് വേണ്ടി പ്രേക്ഷിതപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സങ്കടമോ വിഷമമൊക്കെ ഉണ്ടാവും. പക്ഷേ ക്രിസ്തുവിന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. അങ്ങനെ നിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ സന്തോഷമില്ലെങ്കിൽ നീ ചെയ്യുന്ന ജോലി ക്രിസ്തുവിന് വേണ്ടിയുള്ളതല്ല, നിനക്ക് വേണ്ടിയുള്ളതാണ്. ഇത് വിവേചിച്ച് മനസ്സിലാക്കണം. മനസ്സിലായി? ഇത് പെട്ടെന്നൊന്ന് നമ്മളൊരു ഓപ്ഷൻ മാറിക്കിടക്കണമെന്ന് പറഞ്ഞില്ലേ? നമ്മുടെ ഈ ഉടമ്പടി പലപ്പോഴും സെൽഫ് ഓപ്ഷനിൽ കിടക്കുകയാണേ. എന്നുവെച്ചാൽ എൻ്റെ ജോലി, എൻ്റെ വീട്, എൻ്റെ PR അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം നമുക്ക് കയറി പോകാൻ പറ്റുന്നില്ല, ഈ ആഴ്ച ഓഫർ ലെറ്റർ വന്നില്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ പോകാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചാൽ നീ മോന്തം കയറ്റി ഉടമ്പടിയിൽ ഉഴപ്പ് നിൽക്കണമെങ്കിൽ നിൻ്റെ ജോലി നിൻ്റെ വയറ്റിപ്പിഴപ്പായിട്ട് ദൈവത്തെ നീ ദുർവിനിയോഗിക്കുകയാണ്. അതേ പ്രശ്നം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നീ ദൈവത്തിനാണ് പ്രാധാന്യം എന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിനറിയാം ഞാൻ എന്ത് ചെയ്യണമെന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഷൈജു എന്നും പറഞ്ഞ് എറണാകുളം സൈഡിൽ നിന്നൊരു സാക്ഷി ഉണ്ടായിരുന്നു, കോതാട്. ആ സാക്ഷി നല്ല രസമാണ്. പുള്ളിക്കാരൻ ഒരു ഓഫ് ഷോർ റിഗിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഓഫ് ഷോർ റിഗ് എന്ന് പറയുന്നത് എണ്ണ ഖനനം ചെയ്തെടുക്കണ കടലിലെ എണ്ണക്കരിയാണ്. അതിലേക്ക് വള്ളത്തിൽ ബോട്ടിലും കപ്പലിലൊക്കെ പോകും. അങ്ങനെ അതിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു മാസം വർക്ക് ചെയ്യാം, പിന്നെ വീട്ടിൽ ഒരു മാസം നിൽക്കാം. കാര്യം അതെല്ലാം അപകട മേഖലയായത് കാരണം ഇങ്ങനെ ഒറ്റയടിക്ക് ജോലി കൊടുക്കത്തില്ല. റെസ്റ്റ് എടുത്താണ് ജോലി കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുള്ളിക്കൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ കൈ രണ്ടും തളർന്നു പോയി. അത് കാൽഷിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു രോഗമാണ്. അസ്ഥികളിലൊക്കെ ഇങ്ങനെ എല്ല് വളർന്ന് കൂടും. അങ്ങനെ കൈ ജോയിൻസിൽ എല്ല് തന്നെ വളർന്ന് കൂടിയിരിക്കണ കാരണം കൈ പൊക്കാൻ പറ്റുന്നില്ല. കൈ ഇങ്ങനെ ഇടിച്ച് എല്ലി കിടക്കുകയാണ്. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞ് 2-3 ആശുപത്രി ആയുർവേദം ഇംഗ്ലീഷൊക്കെ മരുന്ന് കാണിച്ചെങ്കിലും ഒന്നും ശരിയായില്ല. പുള്ളിയുടെ ജോലി നഷ്ടപ്പെടാൻ പോവുകയാണ്. അപ്പോഴേ അദ്ദേഹത്തിന് അലോപ്പതി ചെന്നപ്പോഴത് സ്കാൻ ചെയ്ത് MRI ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് കാൽസിഫിക്കേഷനാണ്, കീ ഹോൾ ഓപ്പറേഷൻ ചെയ്യണം, 6 മാസത്തെ റെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. 6 മാസത്തെ റെസ്റ്റ് ഉണ്ടെങ്കിലും ഇയാളുടെ ജോലി എന്ന് പറയുന്നത് ഇയാൾ മെക്കാനിക്കാണ്. അപ്പോൾ പല സംഭവങ്ങൾ എടുത്ത് പൊക്കേണ്ടി വരും, അല്ലെങ്കിൽ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ 6 മാസത്തെ റെസ്റ്റ് ആകുമ്പോൾ ജോലി പോവുകയും ചെയ്യും. അതാണ് എൻ്റെ ആപ്പാടെ പുള്ളിക്ക് പ്രശ്നമായി. വേദനയാണെങ്കിൽ സഹിക്കാൻ പാടില്ല. പുള്ളിക്കാരനാണെങ്കിൽ ആ ഭാര്യയ്ക്ക് വിശ്വാസമുണ്ട്, അമ്മയ്ക്ക് വിശ്വാസമുണ്ട്. ഇയാൾക്ക് വിശ്വാസം ഇല്ലെന്നൊന്നും പറയണില്ല, ഉണ്ട്. ഇങ്ങനെയുള്ള ഉടമ്പടി വിശ്വാസം, മാധ്യസ്ഥ വിശ്വാസമൊന്നുമില്ല. പുള്ളി പറയുന്നുണ്ട് സാക്ഷ്യത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല. സാക്ഷ്യം പുള്ളിയും ധരിച്ചു വെച്ചിരിക്കണത്, സാക്ഷ്യം എന്ന് പറയുന്നത് ഒത്തിരി അതിഭാവുകത്വം ഉണ്ടാകുന്നതാണ്. ഇല്ല 10 അനുഭവം ഉണ്ടെങ്കിൽ 100 പറയണതാണെന്നാണ് വിചാരിച്ചത്. അത് പുള്ളി അത് കേൾക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇപ്പോഴെന്താ പ്രശ്നം വെച്ചാൽ ഓപ്പറേഷൻ ചെയ്താലും ജോലി പോകും,
ചെയ്തില്ലേ ജീവിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ അഴുകാൻ തുടങ്ങി. ഇങ്ങനെ കൈ പൊക്കാൻ പാടില്ലാതെ കൈ ഇങ്ങനെ ഇങ്ങനെ കക്ഷത്ത് കിടന്ന് കക്ഷം അഴുകാൻ തുടങ്ങി. അപ്പോൾ അല്ലാത്തൊരു വിഷയത്തിലേക്ക് പുള്ളി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാത്രി വേദന കൂടിയപ്പോൾ ഡോക്ടർ 3 ആഴ്ച കഴിഞ്ഞാണ് ഓപ്പറേഷൻ പറയണത്. ഇപ്പോൾ രാത്രി വേദന കൂടിയപ്പോൾ പുള്ളിക്കാരെന്ന് പറഞ്ഞ് നാളെ ഓപ്പറേഷൻ ചെയ്തെങ്കിൽ അത്രയും മതിയായിരുന്നു, സഹിക്കാൻ പറ്റാത്ത വേദനയെന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ അവിടെ മേശപ്പുറത്ത് കൊന്ത ഇരിപ്പുണ്ട്. പുള്ളി കൊന്ത കയറി പിടിച്ചപ്പോൾ പുള്ളി മനസ്സിരിക്കണ ഇതാണ്, ഇതൊക്കെ സത്യമാണെങ്കിൽ എൻ്റെ വേദന കുറയും. മാതാവ് സത്യമാണെങ്കിൽ, കാര്യം മാതാവ് സത്യമല്ലെന്ന് പറയണ ഒരു സഭാവിഭാഗം കേരളത്തിൽ എന്തുമാത്രം ഉണ്ട് ഇല്ലേ? അതാണ് ആ പുള്ളി പറഞ്ഞു, മാതാവ് മധ്യസ്ഥതയിൽ പുള്ളി വിശ്വസിക്കണില്ല. അപ്പോൾ ഈ ജീവിക്കാൻ പറ്റാതെ വന്ന പുള്ളി കൊന്തയെ പിടിച്ച പുള്ളി മനസ്സിൽ പറഞ്ഞ മാതാവ് എന്ന് പറഞ്ഞ ആൾ സത്യമാണെങ്കിൽ എൻ്റെ വേദന രാത്രി കുറയും. അയാൾ പറഞ്ഞു വായി നാക്കിയിട്ടില്ല, 5 മിനിറ്റുള്ള വേദന കുറഞ്ഞു. അപ്പോഴുടനെ പുള്ളിക്ക് മനസ്സിലായി മാതാവ് സത്യമാണെന്ന് മനസ്സിലായി. പുള്ളിക്കാരൻ പിറ്റേ ദിവസം വന്ന് ഉടമ്പടി എടുത്തിട്ട് ഉപ്പും അതുപോലെ തന്നെ തൈലവും കൂടി, ഉടമ്പടി തൈലം കൂടി ചേർത്ത് ഈ 2 ഭുജത്തും പെരട്ടി കഴിഞ്ഞ് പുള്ളി പിറ്റേ ദിവസം പള്ളിയിൽ പോയിട്ടും തിരിച്ചു വന്നപ്പോൾ കൈ അങ്ങോട്ട് പൊങ്ങി. കൈ പൊങ്ങിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത്, ഡോക്ടർ പറഞ്ഞിരിക്കണത്, ഡോക്ടറുടെ അടുത്ത് ചെയ്യുന്നത്, ഡോക്ടർ പറഞ്ഞപ്പോൾ ഒരു മുസ്ലിം ഡോക്ടറാണ്, ഇത് അത്ഭുതമായിരിക്കണമല്ല എന്ന് പറഞ്ഞ്. എന്താണ് കാര്യം, എങ്ങനെ പൊങ്ങിയെന്ന് പുള്ളി ഡോക്ടറോട് പറഞ്ഞില്ല. പക്ഷേ ഡോക്ടർ പറഞ്ഞ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ്, വെയിറ്റൊന്നും എടുക്കരുതെന്ന് പറഞ്ഞ്. പക്ഷേ പുള്ളിക്കാരൻ 1 മാസം കഴിഞ്ഞപ്പോൾ വർക്കിന് പോയി. അയാൾ പറയണത് ഞാനിപ്പോൾ 25 കിലോ ഒക്കെ എടുത്ത് പോയിക്കൊണ്ടെന്നാണ് പറയണത്. അതെന്ന് വെച്ചാൽ നമ്മൾ അയാളുടെ വിശ്വാസം എന്നെ വരെ കണ്ടില്ലേ, അയാൾക്ക് 0 ഫെയ്ത്താണ്. ബേസിക് ഫെയ്ത്ത് ഉണ്ട്, മാതാവിൽ പ്രത്യേകിച്ച് മാധ്യസ്ഥതയിൽ വിശ്വാസമില്ല. പക്ഷേ ഒരു വിഷയം വന്നപ്പോൾ ആപ്ലിക്കേറ്റ് ചെയ്യാൻ അയാൾ തയ്യാറായി അല്ലേ? ഈ കാര്യം വേറെ ഒരു ഓപ്ഷൻ ഇല്ല. കൊന്തക്കറി പിടിച്ചപ്പോൾ അയാൾ പറയും എൻ്റെ കൊന്ത എൻ്റെ ജന്മത്തിൽ ഞാൻ കൈകൊണ്ട് എടുത്തിട്ടില്ലെന്നാണ് പറയണത്. പക്ഷേ ഇപ്പോൾ കൊന്ത കഴുത്തിട്ടുണ്ട് നടക്കുകയും. അതായത് ആ മനുഷ്യർ പറയണത് ഇതിൽ നിങ്ങൾ സാക്ഷി കിടപ്പുണ്ട്, നോക്കിയാൽ മതി, ഇന്നിടുന്നുണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു ലോകത്തേക്ക് അങ്ങനെ പോവുകയാണ്. ദൈവം നമ്മളെ കൈ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഇപ്പോൾ ഞാൻ മാതാവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിലരൊക്കെ പറയും, എന്നെ എൻ്റെ സഭാധികാരി തന്നെ ചില സമയത്ത് പറഞ്ഞിട്ടുണ്ട് എന്നോട്, ഇത് മരിയൻ ഡിവോഷനാണ്, ഓവറായിട്ട് പ്രൊമോട്ട് ചെയ്യണമെന്ന് പറയും. ചില അച്ഛന്മാരൊക്കെ പറഞ്ഞാൽ മരിയൻ ഡിവോഷനാണ്, ഓവറായിട്ട് പ്രൊമോട്ട് ചെയ്യണമെന്ന്. എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മാതാവിനെ പ്രൊമോട്ട് ചെയ്യല്ല, മാതാവിനെ ആരും പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ദൈവം പ്രൊമോട്ട് ചെയ്തോളും. ദൈവം പ്രൊമോട്ട് ചെയ്തിട്ടാണ് അവർ യേശുവിൻ്റെ അമ്മയായി വന്നിരിക്കുന്നത്, അല്ലാതെ മനുഷ്യന്മാർ പ്രൊമോട്ട് ചെയ്തിട്ടല്ല. പ്രശ്നം അതല്ല വിഷയം വരാൻ പോണത്. ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണ ആർക്കും ഉണ്ടാകേണ്ട ഒരു കഥയുമില്ല അതിൻ്റെ അകത്ത്. എന്താ വിഷയം, ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പോൾ ചക്കാലൊക്കെ പിതാവ് അത്താരെ വന്നപ്പോൾ, അത്തെങ്കിൽ അത്താരെ കൃപായെല്ലാം വന്നപ്പോൾ അമ്മ എന്താ, ഞാൻ കൃപാസനം മാതാവിൻ്റെ സ്വരം കേട്ടു, അമ്മ എന്നോട് പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിന് പകരം അമ്മ പറഞ്ഞില്ല, കർത്താവാണ് പറഞ്ഞതെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അമ്മയല്ലേ പറഞ്ഞത്. അപ്പം മരിയൻ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഇതാണ്, ദൈവ പദ്ധതിയിലുള്ളതാണ് അമ്മ. നമ്മളുടെ മാധ്യസ്ഥമായിട്ടും മാതൃകയായിട്ടും നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ക്രിസ്തുവിനെ ഒരാൾ സ്വീകരിച്ചാൽ അയാൾ എങ്ങനെ ഇരിക്കും, അയാളുടെ ജീവിതം അത് പ്രായോഗികമാണോ, ഈ ലോകത്തോട് ക്രിസ്തീയ ജീവിതം പ്രായോഗികമാണെന്ന് പറഞ്ഞ ആദ്യത്തെയും ഏറ്റവും സമ്പൂർണ്ണമായ വ്യക്തിത്വമാണ് പരിശുദ്ധമ്മ എന്ന് പറഞ്ഞാൽ അത് പ്രൊമോട്ട് ചെയ്യണം മരിയൻ ഡിവോഷൻ അല്ല. കറക്റ്റ് കർത്താവിനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയാണ് മാതാവിലൂടെ നമ്മളെ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ട് ആ മനുഷ്യൻ തന്നെ കയറി പിടിക്കണം. എന്താണ്, കൊന്ത കയറി പിടിച്ചിട്ട് പറയുന്നത് എന്താണ്, മാതാവ് സത്യമാണെങ്കിൽ ഇപ്പം എൻ്റെ വേദന കുറയും. അപ്പോഴെന്താണ് ദൈവം പറഞ്ഞത്, മാതാവ് സത്യമാണ്, ഇനി നീ കാണാൻ പോണ പൂരം വേറെയാണെന്ന് പറയും. സെക്കൻഡുകൾക്കുള്ളല്ലേ ജീവിതം ജോലി പോകുമെന്ന് പറഞ്ഞ ആൾ, റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ ആൾ, 6 മാസം കഴിഞ്ഞാലും വെയിറ്റ് എടുക്കാൻ പറ്റുന്ന പറഞ്ഞ ആൾ പുഷ്പം പോലെ വേലെടുത്ത് നടക്കണം. എന്താണ്, ദൈവം അമ്മയെ മഹത്വപ്പെടുത്തുന്നു. ആർക്ക് വേണ്ടി, ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി. ഇവിടെ നടക്കുന്നത് മരിയൻ ഡിവോഷൻ അല്ല, പിന്നെന്താ നടക്കുന്നത്, മരിയൻ ലൈഫ് സ്റ്റൈലാണ്. ഉടമ്പടിയിലൂടെ നമ്മൾ അവൻ പറയണ പോലെ നമ്മൾ ചെയ്യണം മാതാവിൻ്റെ മധ്യസ്ഥതയിലെ. അതെന്താണ്, മരിയൻ ലൈഫ് സ്റ്റൈലാണ്. അതായത് മാതാവിൻ്റെ ജീവിത രീതി നമ്മൾ അനുവർത്തിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹം, ദൈവത്തിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മരിയൻ മധ്യസ്ഥതയിലെ ദൈവരാജ്യത്തിലെ ആയിരിക്കുന്ന വലിയൊരു അവസ്ഥയാണ് നമ്മൾ ഉടമ്പടിയിലൂടെ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉടമ്പടി എടുത്തിരിക്കുന്നവർ പരിശുദ്ധ അമ്മയിലൂടെ ക്രിസ്തുവാണ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. ദൈവപിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടിയുള്ള ഒരു പൊതുവായിട്ടുള്ള സ്വർഗത്തിൻ്റെ കാര്യപരിപാടിയുടെ ഭാഗമായിട്ടാണ് ലോകത്തിൽ ഉടമ്പടി വന്നെങ്കിൽ
ആ ഉടമ്പടി ഇന്ന് എല്ലാ മനുഷ്യർക്കും എടുത്തുകൊണ്ട് എല്ലാ മനുഷ്യരെയും ഉടമ്പടിയുടെ ഭാഗമാക്കി മാറ്റുന്ന അന്ത്യകാലത്തെ ദൈവിക പദ്ധതിയായിട്ടാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടതും. അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ് ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞപ്പോൾ നെഞ്ചിൽ ഘടികാര സമയം കാണിച്ചിട്ടുണ്ട്. നെഞ്ചിൽ ഘടികാര സമയം കാണിച്ചുകൊണ്ട് സമയത്തിൻ്റെ സമാപ്തിയിലേക്ക് പ്രവേശിക്കണം നമ്മൾ. അതുകൊണ്ട് തന്നെ ഇനി ദുരന്തത്തിൻ്റെ കാര്യങ്ങളുണ്ടാകും, പതറരുത്, പ്രാർത്ഥനയാണ് മെച്ചമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അമ്മയോട് പറഞ്ഞിട്ട് അമ്മയാണ് നമ്മുടെ മധ്യസ്ഥയായിട്ട് വെച്ചിരിക്കുന്നത്. പല കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം മാലാഖമാരോ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ മാധ്യസ്ഥ വഹിച്ചപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ലൂർദിലായാലും ഫാത്തിമയിലും കൃപാസനത്തിലായാലും എവിടെയായാലും അമ്മയിലൂടെ ദൈവം തൻ്റെ ദൗത്യത്തെ ലോകത്തിൻ്റെ അവസാനം വരെ ജനത്തിൻ്റെ വിശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനുമായി തുറന്നുകൊണ്ട് പോയിരിക്കുന്ന വലിയ പദ്ധതിയുടെ ഭാഗമായി ദൈവം നമ്മളെ മാറ്റിയത് കൈയടിച്ചു കൊണ്ട് കർത്താവ്. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. രോഗമുള്ളിടത്ത് കൈകൾ വെച്ചുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയം സ്തുതിക്കുകയോ വിശ്വാസപ്രമാണം അറിയാവുന്നവർ വിശ്വാസപ്രമാണം ചൊല്ലുക ചെയ്യണം. ഒന്ന് രണ്ട് സ്ഥലത്ത് രോഗമുണ്ടെങ്കിൽ കൈകൾ മാറ്റി മാറ്റി വെക്കാവുന്നതാണ് പ്രാർത്ഥനാ സമയം. ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, 5 മിനിറ്റ് നേരം. അപ്പോൾ രോഗമുള്ളിടത്ത് കൈകൾ മാറ്റി മാറ്റി വെച്ച് വിശ്വാസപ്രമാണം ആവർത്തി ചൊല്ലിക്കൊണ്ടിരിക്കണം. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവ് സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് 36 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി സ്തുതിക്കട്ടെ മക്കളെ. 36 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഓരോ മകൻ്റെ മേലും കർത്താവേ, ഒരു മകളുടെ മേലും കർത്താവേ, നിന്റെ വിശുദ്ധമായ തിരുമുറുവാർന്ന വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം നിങ്ങളുടെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും പേശികളിലും അസ്ഥികളിലും അസ്ഥിക്കുഴകളിലും ഞരമ്പുകളിലും ആന്തരിക അവയവങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. 36 വർഷം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും അത് മാറുന്നതിന് വേണ്ടിയുള്ള ദൈവിക ശാസന പ്രാർത്ഥനയാണ്. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വീട് സ്ഥലവുമില്ലാത്തവർ, വഴിയില്ലാത്തവർ, വീട് ജപ്തിയായി പോകാൻ പോകുന്നവർ, സ്ഥലം ജപ്തിയായി പോകാൻ പോകുന്നവർ, വിദേശ ജോലിക്ക് തടസ്സമുള്ളവർ, PR കിട്ടാത്തവർ, അതുപോലെ തന്നെ വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, മക്കൾ ദുർനടപ്പിൽ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടു പോയവർ, സാമ്പത്തിക തകർച്ചയുള്ളവർ, സാമ്പത്തിക ബാധ്യത മൂലം ജീവിക്കാൻ പറ്റാതിരിക്കുന്നവർ, ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനും കഴിഞ്ഞവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, പുതിയ ഇൻ്റർവ്യൂവും ടെസ്റ്റും കാത്തിരിക്കുന്നവർ, പരീക്ഷ എഴുതാൻ പോകുന്നവർ, പരീക്ഷ എഴുതി കഴിഞ്ഞവർ, റീവാലുവേഷന് കൊടുത്തിട്ടുള്ളവർ, യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ, അങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിലെ വിശ്വാസമില്ലാത്ത കുറഞ്ഞ കുടുംബങ്ങൾ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത മക്കളുള്ളവർ, പലതരത്തിലും മക്കളെ കൊണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാർ, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇടിമുഴക്കുമ്പോൾ ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit, a touch with your fire finger, soak with the precious blood, and authority of the Catholic Church, with the power of Jesus Christ, with the meritorious of the Holy Priesthood. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ മാർഗരോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അവനെ പ്രാർത്ഥനയുടെ സമയമാണ്. അച്ഛൻ വിട്ടുപോയ വിഷയങ്ങളെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങളുടെ സ്വകാര്യ സങ്കടങ്ങളിൽ എന്തെങ്കിലും അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കുക. നിന്ന് ആശീർവാദം സ്വീകരിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവികാരുടെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ നിയമം എൻ്റെ ഹൃദയത്തിൽ എഴുതി
ഒരു മാംസളമായ ഹൃദയം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. മരിയൻ ആധ്യാത്മികതയെ പിൻചെന്ന് ലോകത്തിന് ഈശോയെ കൊടുക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ പ്രത്യേകം അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.